ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഇത് ജ്യോതിഷം സംബന്ധമായിട്ടുള്ളൊരു ചാനലാണ്. അതിൽ താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളുക. ഒരേ നക്ഷത്രക്കാർക്ക് പരസ്പരം വിവാഹം ചെയ്യാമോ എന്ന വിഷയത്തിൽ പലർക്കും വിഭിന്ന അഭിപ്രായമാണ് ഉള്ളത്. അത്തരത്തിൽ വിവാഹിതരായി വിജയകരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചു. മറ്റുള്ളവരാകട്ടെ ദാമ്പത്യം പരാജയപ്പെട്ട ഒരേ നക്ഷത്രക്കാരായ ഭാര്യ ഭർത്താക്കന്മാരെ കാണിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് പിന്നിലെ വസ്തുതയെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ വീഡിയോ. ഓരോ നക്ഷത്രക്കാരുടെയും വിവാഹപ്രായത്തെപ്പറ്റി മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർ അതേ നക്ഷത്രക്കാരെ വിവാഹം ചെയ്യുന്നത് ജാതകവശാൽ ദോഷമാണ്. ഇത്തരക്കാർ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ മാത്രം ഒരുമയോടെ ജീവിക്കുകയും പിന്നീട് വേർപിരിയുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഒരേ നാളുകാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ കണ്ടകശനി, ഏഴര ശനി എന്നീ ദശാകാലങ്ങൾ വരുമ്പോൾ ഒരുപോലെ വരികയും ദോഷഫലങ്ങൾക്ക് ശക്തി കൂടുകയും ചെയ്യും. ചിലർക്ക് പ്രായത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വന്നേക്കും. രോഹിണി, തിരുവാതിര, അവിട്ടം, പൂയം, മൂലം, മകം ഈ 6 നക്ഷത്രങ്ങളിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജന്മനക്ഷത്രം ഒന്ന് തന്നെ ആകുന്നത് 2 പേർക്കും ദുഃഖവും ആപത്തും ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. കൂടാതെ പൂരാടം, ഭരണി, അത്തം, ആയില്യം, തൃക്കേട്ട, ചതയം എന്നീ 6 നക്ഷത്രങ്ങൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരേപോലെ വന്നാൽ ധനനാശവും വിയോഗവും അകാല മരണവും സംഭവിക്കുമെന്നും പറയുന്നു. വേദദോഷങ്ങളുള്ള നക്ഷത്രങ്ങൾ തമ്മിലും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. വേദദോഷം എന്നാൽ വൈദവ്യമെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. വിവാഹബന്ധം നിലനിൽക്കെ തന്നെ പല വിധത്തിൽ ഭർത്താവുമായി പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരക്കാർ ഒരുമിച്ച് ജീവിക്കാൻ എത്ര കണ്ട് ശ്രമിച്ചാലും നടക്കാത്ത അവസ്ഥയുണ്ടാകും. 30 വർഷത്തെയും 40 വർഷത്തെയും ഒക്കെ വിവാഹ ജീവിതത്തിൽ വെറും വിരലിൽ എണ്ണാനുള്ള വർഷങ്ങൾ മാത്രം ഒരുമിച്ച് ജീവിച്ച എത്രയോ ആളുകളുടെ ഇതിന് ഉദാഹരണമാണ്. വേദദോഷപ്രകാരം ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം. ഭരണി നക്ഷത്രവും അനിഴം നക്ഷത്രവും തമ്മിൽ ചേരില്ല. അതുപോലെ തിരുവോണവും തിരുവാതിരയും, വിശാഖവും കാർത്തികയും, ചോതിയും രോഹിണിയും, മൂലവും ആയില്യവും, മകം രേവതി, അടുത്തത് പൂയവും പൂരാടവും, പുണർദവും ഉത്രാടവും, പൂരവും പൂരുരുട്ടാതിയും. പണ്ട് കാലത്തൊക്കെ 22 പൊരുത്തങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു വിവാഹം നടത്തിയിരുന്നത്. എന്നാൽ ഇന്നത് 10 പൊരുത്തങ്ങളാണ് പരിഗണിക്കുന്നത്. ഇതിൽ 5-ൽ കൂടുതൽ പൊരുത്തങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിന് അനുയോജ്യമായി കണക്കാകുകയുള്ളൂ. ഇവയിൽ തന്നെ പരസ്പരം പൊരുത്തമില്ലാത്ത ഒരേ നാളുകാർ തമ്മിലും വിവാഹ പൊരുത്തം പരിഗണിക്കാറില്ല. നക്ഷത്ര പൊരുത്തം പരിശോധിക്കുമ്പോൾ പ്രധാനമായും ചൊവ്വാദോഷം, മധ്യമരഞ്ജു, വേദദോഷം ഇവയ്ക്ക് തക്കതായ പരിഹാര നിർദ്ദേശങ്ങളില്ല. ഇത്തരം വിവാഹം നടന്നാൽ ഇതിനായി ചെയ്യേണ്ട പരിഹാരക്രിയകളെക്കുറിച്ച് ജ്യോതിഷന്മാർക്കിടയിലും ഭിന്നാഭിപ്രായമാണ് ഉള്ളത്. എങ്കിലും സർവ്വവിധമായ മാംഗല്യദോഷങ്ങൾക്കും ഫലപ്രദമായ പരിഹാരമാണ് ഉമാമഹേശ്വര പൂജയും ദീർഘസുമംഗലി ഹോമവും. തലമുറയായി ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാർ ഈ സവിശേഷ പൂജകളെ നിർദ്ദേശിക്കാറുണ്ട്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.